ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫസ്ലൻ, ഇതൊരു ഫസ്ലാണ്. ഫീ സിഫത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ രൂപത്തെ പറ്റി പറയുന്നു. നിസ്കാരത്തിന്റെ സിഫത്ത്, അതിന്റെ ഫർളുകളാണ് ആദ്യം പറയുന്നത്. അർക്കാനുസ് സ്വലാത്തി, നിസ്കാരത്തിന്റെ റുക്നുകളാകുന്നത്, ഐ ഫുറൂലുഹ, അതിന്റെ ഫർളുകളാകുന്നത്, നിർബന്ധ ഘടകങ്ങളാകുന്നത്. അർബഅത അശറ, 14 അർബഅത അശറ, അത് ഖബറ. അർക്കാനുസ് സ്വലാത്തി അർബഅത അശറ, ഫതഹിന്റെ ലംബിനാണ് അവിടെ. 14 എന്ന് പറയുന്നത് എങ്ങനെ? ബിജഅലി തുമഅനീനത്തി, അടങ്ങി താമസിക്കലിന് ആക്കൽ കൊണ്ട്, ഫീ മഹാലിഹ, അതിന്റെ വിവിധ സ്ഥലങ്ങളിൽ, മഹാല് അതിന്റെ കുറെ സ്ഥലങ്ങളിൽ, അതായത് റുക്കൂഇല്, സുജൂദ്, 2 സുജൂദില്, സുജൂദിന്റെ അടിയില്, ഇരുത്തത്തില്, എത്തിദാൽ, ഇങ്ങനെ ഒരുപാട് തുമഅനീനത്തുകളുണ്ട്. ആ തുമഅനീനത്തിനാക്ക ഫീ മഹാലിഹ, അതിന്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള റുക്നം വാഹിദൻ, ഒറ്റ ഫർളാക്ക. തുമഅനീനത്തിന് പല സ്ഥലത്തുള്ള തുമഅനീനത്തെ ഒറ്റ ഫർളാക്കിയിട്ടാണ് 14 എന്ന് പറയുന്നത് ഫർളുകൾ. തുമഅനീനത്തിന് ഓരോ സ്ഥലത്തുള്ള തുമഅനീനത്ത് വേറെ വേറെ ഫർളാക്കി കൂട്ടിയാൽ എത്ര ഉണ്ടാകും? 17 ഉണ്ടാവും നിസ്കാരത്തിന്റെ ഫർള്. അപ്പൊ ചില കിതാബില് 17 കാണാം, ഇവിടെ 14. അപ്പൊ 2 വൈരുദ്ധ്യമില്ല. കാരണം തുമഅനീനത്തിന് എങ്ങനെ എണ്ണണം എന്നൊരുത്തുള്ള തർക്കമാണ്. എല്ലാ തുമഅനീനത്തും കൂടി ഒന്നാക്കി കൂട്ടുപോയി. ബിജഅലി തുമഅനീനത്തി ഫീ മഹാലിഹ, വിവിധ സ്ഥലങ്ങളിലുള്ള തുമഅനീനത്തിന് ആക്കൽ കൊണ്ടാണ് റുക്ന് വാഹിദ്, ഒറ്റ റുക്ന്. അപ്പൊ അത് 14 ഇനി 17 ആക്കാൻ എല്ലാ സ്ഥലത്തും തുമഅനീനത്ത് വെച്ചെടുത്ത റുക്കുയിൽ ഒരു തുമഅനീനത്ത് ഒരു ഫർളാണ്. ചിലര് തുമഅനീനത്തിനെ ഫർളന്നാക്കി കൂട്ടാതെ അതിന്റെ ഒരു ഷർത്താക്കി കൂട്ടും, റുക്കുവിന്റെ സുജൂദിന്റെ ഒക്കെ. അപ്പൊ 14 13 നിസ്കാരത്തിന്റെ ഫർള്. അപ്പോഴും അതും ശരി തന്നെയാണ്. തുമഅനീനത്ത് വേണ്ടാന്ന് അവിടെയും അവരും പറയുന്നില്ല. മറിച്ച് അത് റുക്കോയിന്റെ ഒരു ഘടകമായ, റുക്കോയിന്റെ ഒരു നിബന്ധനയായിട്ടാണ് കൂട്ടുന്നത്, അല്ലെങ്കിൽ സുജൂദിന്റെ. ഏതായിരിക്കട്ടെ, നിസ്കാരത്തിന്റെ ഫർള് 14 വെക്കുക. അഹദു ഹവയിൽ നന്നാകുന്നത് നിയ്യത്തുൻ, നിയ്യത്ത് ചെയ്യലാണ്. വഹുവ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ബിൽ ഖൽബി, ഹൃദയത്തിൽ കരുതലാണ്. ലിഖബരി, ഹദീസുണ്ടായതിന് വേണ്ടി, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിശ്ചയം അമലുകളാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്ത് വേണമെന്നതിന്റെ തെളിവെന്താ? നിസ്കാരത്തിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളാകുന്ന നിയ്യത്ത് കൊണ്ടാണ് എന്ന ഹദീസ. ഫയജിബു ഫീഹാ, ഇനി നിയ്യത്തിൽ നിർബന്ധമാണ്, ഫയജിബ് നിർബന്ധമാണ്, ഫീഹാ, ഈ നിയ്യത്തിൽ, ഈ നിയ്യത്തി എന്താ? ജിബുന്റെ ഫായില് ഖസ്ദു ഫായിലിഹാ, നിസ്കാരം പ്രവർത്തിക്കുന്നു എന്ന് കരുതുക, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. ഖസ്ദു കരുതൽ, യജിബു ഫീഹാദിൽ നിർബന്ധാണ് ഖസ്ദു കരുതൽ, ഫായിലിഹാദ് ചെയ്യുന്നു എന്ന്. ഐ സ്വലാത്തി, നിസ്കാരം പ്രവർത്തിക്കുന്നു എന്ന്. ലിതതമയ്യസ, നിസ്കാരം വേർതിരിക്കാൻ വേണ്ടി, അം ബഖിയത്തിൽ അഫ്ആലി, മറ്റ് പ്രവർത്തികളെ തൊട്ട്, മറ്റു പ്രവർത്തികളിൽ നിന്ന് നിസ്കാരം എന്തിനാണ്? ഫായിലിഹ എന്ന് പറഞ്ഞാൽ സ്വലാത്തി, നിസ്കാരത്തെ പ്രവർത്തിക്കുന്നു എന്ന് കരുതുക. ഹാന്റെ ലമീർ സ്വലാത്തിലേക്കാണ്, അതാണ് ഈ സ്വലാത്തി എന്നിട്ട്. നിസ്കരിക്കുന്നു എന്ന്, നിസ്കാരാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പ്രത്യേകം കരുതണം. അതെന്തിനാ അങ്ങനെ കരുതുന്നത്? ലിതതമയ്യസ, നിസ്കാരം വേർപെടാൻ വേണ്ടി, അൻ ബഖിയത്തിൽ അഫ്ആലി, മറ്റു പ്രവർത്തികളെ തൊട്ട്. ഒരാളിപ്പോ കുഞ്ഞിക്കാണ്ട് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ എടുക്കല്ല, അപ്പൊ അതിനെ തൊട്ടൊക്കെ, മറ്റു പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ നിസ്കാരം കട്ട് വേർപ്പെടാൻ വേണ്ടി. ലിതതമയ്യസ അൻ ബഖിയത്ത്, നിസ്കാരം വേർപ്പെടാൻ വേണ്ടി, അൻ ബഖിയത്തിൽ അഫ്ആലി, മറ്റു പ്രവർത്തികൾ തൊട്ട്. നിയ്യത്തുൻ, ഫയജിബു ഫീഹ, അപ്പോ നിയ്യത്തിൽ നിർബന്ധം ഖസ്ദു ഫാലിഹ, പ്രവർത്തിക്കുന്നു കരുതുക. രണ്ടാമത് എന്താ നിയ്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്? തഈനുഹ, ഇന്ന നിസ്കാരമാണ് എന്നും കരുതുക. നിയ്യത്തിൽ ഉള്ള നിബന്ധനകള്, ഒന്ന് അത് പ്രവർത്തിക്കുന്നു എന്ന് കരുതുക, നിസ്കരിക്കുന്നു എന്ന് കരുതുക. തഈനുഹ, ഇന്ന നിസ്കാരമാണെന്ന് നിജമാക്കുക. മിൻ ളുഹ്റിൻ, ളുഹ്റാണെന്നോ ഗൈരി, അതല്ലാത്തതും.
ലിതതമയ്യസ അത് വേർതിരിക്കാൻ വേണ്ടി തന്നെ അൻവൈരിഹ മറ്റുള്ളവയെ തൊട്ട് ലൊഹ്റ അസറിനെ തൊട്ട് വേർതിരിയാന് മഗ്രിബിനെ തൊട്ട് ഇങ്ങോട്ട് ലൊഹ്ർ വേർതിരിയണ ലൊഹ്ർ തന്നെ പറയണ്ടേ. അപ്പൊ ലിതതമയ്യസ ആ നിസ്കാരം വേർതിരിയാൻ വേണ്ടി അൻവൈരി മറ്റുള്ളവയെ തൊട്ട് ഫലാ യക്ഫി അപ്പൊ മതിയാകൂല നിയ്യത്തു ഫർളിൽ വഖ്തി ഈ സമയത്തുള്ള ഈ വഖത്തിലുള്ള ഫർള് നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ, ഏതാണ് എന്ന് വ്യക്തമായിട്ട് പേര് പറയണം. നിയ്യത്ത് വെച്ചാൽ പറ്റൂല, ഫർളിൽ വഖ്തി ഈ വഖത്തിലെ ഫർള്. അപ്പൊ നിയ്യത്തിൽ ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ നിസ്കരിക്കുന്നു എന്നും ഇന്ന നിസ്കാരമെന്നും ഖസ്ദു ഫഅലും തഈനും. വലൗ കാനത്തി സ്വലാത്തുൽ മഫ്ഊലത്തു പ്രവർത്തിക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും ശരി, പ്രവർത്തിക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും ശരി, നഫ്ലൻ സുന്നത്ത് നിസ്കാരമാണെങ്കിലും ശരി, ഗൈറ മുത്തലക്കിൻ നിരുപാധികമല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിലും തന്നെ ഇത് രണ്ടും നിബന്ധന ഉണ്ട്. ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരുന്നു. ഇപ്പൊ ലോഹ നിസ്കാരാണെങ്കിൽ ലോഹയാണ് എന്ന് പറയണം, ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയണം. രണ്ട് കാര്യം. ബലി പെരുന്നാൾ നിസ്കാരാണെങ്കിൽ പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ, ബലി പെരുന്നാൾ തന്നെ പറയണം. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ തന്നെ പറയണം. ഇന്ന നിസ്കാരം വലുതും ചെറുതുള്ളതാണ് വേർതിരിക്കണം. ഞാൻ നിസ്കരിക്കുന്നു എന്നും പറയണം. അവൻ ഏത് നിസ്കാരാണെന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും പറയണം. സുന്നത്ത് നിസ്കാരത്തിൽ അത് ശ്രദ്ധിക്കണം. വലോകാനത്തെ സ്വലാത്തുൽ മഫ്ഊലത്തു പ്രവർത്തിക്കപ്പെടുന്ന നിസ്കാരമാണെങ്കിലും ശരി, നഫ്ലൻ സുന്നത്ത് നിസ്കാരമാണ് ശരി, ഗൈറ മുത്തലക്കിൻ നിരുപാധിക നിസ്കാരമല്ലാത്ത. നിരുപാധിക നിസ്കാരത്തില് ഏത് നിസ്കാരാന്ന് പറയേണ്ട ആവശ്യമില്ല. നിരുപാധിക നിസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ ഇങ്ങനെ രണ്ടരക്കാത്ത് നിസ്കരിക്കാണ്, അങ്ങനെ നിസ്കരിക്കാണ്, ഇന്ന നിസ്കാരം എന്നൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് എത്ര നിസ്കരിക്കാം. അസറിന്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷം ആകരുതെന്നുള്ളൂ, അല്ല അസറിന്റെ ശേഷം സുബഹിന്റെ ശേഷം ആകരുതെന്നുള്ളൂ. അങ്ങനെ മുത്തലക്ക് ആയതല്ലാത്ത നിസ്കാരാണെങ്കിൽ, മുത്തലക്കല്ലാത്ത നിസ്കാരാണെങ്കിൽ ഇന്ന നിസ്കാരം എന്ന് പറയണം. ലോഹറിന്റെ മുമ്പുള്ള സുന്നത്താണോ ലോഹറിന്റെ ശേഷമുള്ളതാണോ എന്ന് വേർതിരിച്ച് പറയണം. ഞാൻ നിസ്കരിക്കുന്നു. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ ഈ രണ്ട് നിബന്ധനകളുണ്ട്. റവാത്തിബി നിസ്കാരം പോലെ ലോഹറിന് ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പുള്ളതും ശേഷമുള്ളതായ സുന്നത്ത് നിസ്കാരം. അപ്പൊ ഏത് നിസ്കാരം എന്ന് പറയണം? ലോഹറിന്റെ മുമ്പുള്ള അല്ലെങ്കിൽ അസറിന്റെ മുമ്പുള്ള. സുനനിൽ മുവക്കത്തത്തി മറ്റു സമയം നിശ്ചയിക്കപ്പെട്ട വക്കത്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ പോലെ. ഏതും വെട്ട്, ദുഹ ഒക്കെ വെട്ട്, പെരുന്നാള്. സബബി കാരണമുடைய നിസ്കാരം പോലെ. കാരണമുடைய നിസ്കാരം, അങ്ങനെയുള്ള നിസ്കാരം, അതൊക്കെ ഇതിലൊക്കെ ഈ രണ്ട് കാര്യം ഏത് ആ കാരണം പറഞ്ഞ് അതിനെ തഴയും ചെയ്യണം, നിജമാക്കണം. വന്നിരിക്കുക സമയം ഉള്ള നിസ്കാരം, സമയത്ത് ഒരു കൃത്യ സമയം വെച്ചത്, അല്ലെങ്കിൽ ഇന്ന കാരണം ഉണ്ടായാൽ ചെയ്യണം. ഇപ്പൊ ഗ്രഹണ നിസ്കാരം അത് പ്രത്യേക സമയമല്ല, അത് കാരണമാണ്. എന്റെ സമയം കാരണം, ആ കാരണം ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പൊ സമയം നിശ്ചയിക്കപ്പെട്ടതല്ല, സമയം ആ കാരണം തന്നെ, കാരണം ഉണ്ടായി കാരണം അവസാനിക്കുന്നവരെ. അപ്പൊ ഇവയിലൊക്കെ ഇങ്ങനെയുള്ള നിസ്കാരത്തിലൊക്കെ നിർബന്ധമാണ് തഴീനും ഇന്ന നിസ്കാരം എന്ന് പറയണം. ബിൽഇലാഫത്തി ചേർത്ത് പറയൽ കൊണ്ട്, ഇലാമ ഒന്നിലേക്ക് യുഅയ്യിനുഹായ അവയെ നിജമാക്കുന്ന, അവയെ കൃത്യമാക്കുന്ന. കസുന്നത്തിൽ ലുഹ്റിൽ ഖബലിയത്തി മുമ്പുള്ള ലുഹ്റിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറയും പോലെ, ലുഹ്റിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയും പോലെ. അപ്പൊ മുമ്പുള്ളതെന്ന് പറയണം, അല്ല ലുഹ്റിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ. അവൽ ബഅദിയത്തി അല്ലെങ്കിൽ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, ലുഹ്റിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയും പോലെ. വഇല്ലം യുഅഖിറിൽ ഖബലിയത്ത മുമ്പുള്ള നിസ്കാരത്തെ അവൻ പിന്തിച്ചിട്ടില്ലെങ്കിലും ശരി, മുമ്പുള്ള ലുഹ്റിന് മുമ്പുള്ള നിസ്കാരം പിന്തിച്ച് നിസ്കരിച്ചതൊന്നല്ല, അങ്ങോട്ട് ശേഷം രണ്ടും കൂടി നിസ്കരിച്ചതല്ല എങ്കിൽ പോലും മുമ്പുള്ള മുമ്പന്നെ നിസ്കരിക്കണ്ടേ, എന്നാൽ പോലും അത് മുമ്പുള്ളതാണെന്ന് പ്രത്യേകം പറയൽ നിർബന്ധമാണ്. വഇല്ലം യുഅഖിറിൽ ഖബലിയത്ത ഖബലിയത്തിന് അവൻ തഅഖീർ പിന്തിക്കുന്നില്ലെങ്കിലും ശരി, മുമ്പുള്ളതിന്. വമിഥലുഹ അവിടെ ചില ഖിലാഫുണ്ട്,
ചില പണ്ഡിതന്മാര് പറയുന്നത് അങ്ങനെ മുമ്പുള്ള നിസ്കരിക്കുകയാണെങ്കിൽ മുമ്പുള്ള എന്ന് പറയണ്ട, അതുകൊണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞോലുണ്ട്. പോട്ടെ. മിസ്ലുഹ ഇതുപോലെ തന്നെയാണ്, മുമ്പ് ശേഷം എന്നൊക്കെ പറയണം. കുല്ലു സ്വലാത്തി എല്ലാ നിസ്കാരമാകുന്നത്. മിസ്ലുഹ കുല്ലു സ്വലാത്തി ലഹ അതിനുണ്ട് സുന്നത്തുൻ സുന്നത്താകുന്നത്, കബലഹ അതിന് മുമ്പും, സുന്നത്തുൻ സുന്നത്ത് ബാധ ശേഷമുണ്ട്. അങ്ങനെയുള്ള ഏത് നിസ്കാരവും അങ്ങനെ തന്നെ, മുമ്പുള്ളതാണോ ശേഷമുള്ളതാണെന്ന് പറയും. ഒക്കെ ഈദിൽ അദ്ഹ ബലിപെരുന്നാൾ പോലെ, ബലിപെരുന്നാൾ ബലി തന്നെ പറയണം. വാബിൽ അക്ബരി അല്ലെങ്കിൽ വലിയ പെരുന്നാൾ അങ്ങനെയും പറയാം. ബലിപെരുന്നാൾ എന്നും പറയാം, വലിയ പെരുന്നാൾ. ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ഈദുൽ അക്ബർ. അബിൽ ഫിത്തിരി ഫിത്തർ ഈദുൽ ഫിത്തർ എന്ന് പറയും പോലെ. അബിൽ അസ്ഗർ ഈദുൽ അസ്ഗർ ചെറിയ പെരുന്നാൾ എന്ന് പറയും പോലെ. ഫലാ യക്ഫി അപ്പൊ മതിയാകൂല സ്വലാത്തുൽ ഈദി പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ. വൽ വിത്തിരി വിത്തർ നിസ്കാരം പോലെ. വിത്തറിന് വിത്തർ എന്ന് പറയും പോലെ. ആ എവിടുക്ക ഈദിൽ അദ്ഹ എന്നിവക്ക് തത്ഫാക്കിയാൽ മതി. വൽ വിത്തിരി എന്ന് അതൊരു ഉദാഹരണം പറഞ്ഞതാ, പറയേണ്ട രീതിക്ക്. അല്ല മതിയാകൂല എന്ന് പറഞ്ഞ നമുക്ക് എല്ലാ ബന്ധം. വൽ വിത്തിരി വിത്തർ പോലെ അത് പറ്റും. സവാവൻ സമമാണ്. അൽ വാഹിദത്തു ഒറ്റ റക്അത്ത് നിസ്കരിക്കലും, വസായിദത്തു അലൈഹ ഒന്നിൽ കൂടുതൽ നിസ്കരിക്കലും. എങ്ങനെയാലും വിത്തർ എന്ന് പറയാം. വിത്തറിൽ നിന്നുള്ള നിസ്കാരം 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ മതി. 2 റക്അത്ത് വീതം നിസ്കരിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ വിത്തർ എന്ന നിസ്കാരത്തിൽ നിന്നുള്ള 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ മതി. വയക്ഫി മതിയാകും നിയ്യത്തുൽ വിത്തിരി വിത്തർ എന്ന് നിയ്യത്ത് ചെയ്യല് മിൻ ഗൈരി അദദിൻ എണ്ണം കൂടാതെ, എണ്ണം പറയാതെ. യുഹ്മലു അപ്പൊ ചുമത്തപ്പെടും അലാമ ഒന്നിന്റെ മേലിൽ, യുരീദുഹു അവൻ ഉദ്ദേശിക്കുന്നതായ ഒന്നിന്റെ മേലിൽ. അലൽ ഔജഹി പ്രബല വീക്ഷണം അനുസരിച്ച് എന്ന് പറഞ്ഞാല് യക്ഫി നിയ്യത്തുൽ വിത്തറ് വിത്തറിനെ നിയ്യത്ത് ചെയ്തു. വിത്തറ് സംസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്തു. ഇങ്ങനെ വരാത്തത് എത്ര എണ്ണം എന്ന് പറയുന്നില്ല. അങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. അപ്പൊ എത്ര നിസ്കരിക്കാം? യുഹ്മല അപ്പൊ ചുമത്തപ്പെടണം അലാമ യുരീദു അവൻ ഉദ്ദേശിച്ച ഒരു എണ്ണത്തിന്റെ മേലെ. എത്രയാണോ അവന്റെ ഉദ്ദേശം അത്ര നിസ്കരിക്കാം. അല്ലല്ല വിജയ് പ്രബല വീക്ഷണം അനുസരിച്ച്. വലാ യക്ഫി ഫീഹി വിത്തറിൽ മതിയാകൂല നിയ്യത്തു സുന്നത്തിൽ ഇഷായി ഇഷായിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. വിത്തറിലെ റാത്തിബത്തിഹ അല്ലെങ്കിൽ ഇഷാഇന്റെ റാത്തിബത്ത് നിസ്കരിക്കുന്നു, പതിവായ നിസ്കാരം. ഇഷായിന് പതിവായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന്, ഇഷായിന്റെ റാത്തിബത്ത് നിസ്കരിക്കുന്നു എന്നൊന്നും പറഞ്ഞ പോരാ. അവിത്തറാവീഹി വത്തറാവീഹി പിന്നെ എങ്ങനെ പറയും പോലെ തറാവീഹി എന്ന് പറയും പോലെ. നമ്മള് അത് എവിടുക്കാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളാണ്, നിജമാക്കി പറഞ്ഞതിന്റെ ഉദാഹരണം. ഈദിൽ അദ്ഹ ബലിപെരുന്നാൾ പോലെ, തറാവീഹി തറാവീഹ് പോലെ പറ്റുന്ന ഒരു രൂപം പറഞ്ഞതാ. തറാവീഹി എന്ന് പറയാം നിജമായി. അപ്പൊ എന്ന് പറയും പോലെ, മഴയെ തേടുന്ന നിസ്കാരം എന്ന് പറയും പോലെ, സൂര്യഗ്രഹണം എന്ന് പറയും പോലെ. ഗ്രഹണം എന്ന് പറഞ്ഞാൽ പോരാ, ഏത് ഗ്രഹണം എന്ന് പറയണം? സൂര്യഗ്രഹണം എന്ന് പറയും പോലെ. കമരി ചന്ദ്രഗ്രഹണം എന്ന് പറയും പോലെ. ഇനി ഇതൊക്കെ ഇപ്പൊ ഒരു നിർണിത നിസ്കാരങ്ങളാ. ആ നിർണിത നിസ്കാരം ഇന്ന നിസ്കാരാണെന്ന് നിർണയപ്പെടുത്തല് നിർബന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിരുപാധിക നിസ്കാരങ്ങൾ ഉണ്ടാവും. നിരുപാധിക നിസ്കാരം എന്ന് പറഞ്ഞാല് സമയം കൊണ്ടോ അല്ലെങ്കിൽ കാരണം കൊണ്ടോ നിർണിതമല്ലാത്ത നിസ്കാരം വെറുതെ നിസ്കരിക്കാം. അത് ഉദാഹരണം പറയുന്നുണ്ട്. അവിടെ ഇന്ന നിസ്കാരം എന്ന് പറയണമെന്നില്ല. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മന്നഫലുൽ മുത്ലഖു അപ്പോൾ നിരുപാധിക നിസ്കാരങ്ങൾ ഫലാ യജിബു ഫീഹി അതിൽ നിർബന്ധമില്ല. തഈനുൻ ഇന്നത് എന്ന് കൃത്യമാക്കൽ, നിജപ്പെടുത്തൽ നിർബന്ധമില്ല. ബൽ യക്ഫി ഫീഹി മറിച്ച് അതിൽ മതിയാകും നിയ്യത്തു ഫഅലി സ്വലാത്തി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ.
മുത്തലക്ക് നിസ്കാരത്തിന്റെ രൂപത്തിൽ ഏതുപോലെ അറിയാം? അത് നമ്മള് വിചാരിക്കാത്ത നിസ്കാരം ഉണ്ട്, അത് ഏതൊക്കെ പറയാം. തഹിയ്യത്തിന്റെ രണ്ടരക്കാലത്തിൽ പോലെ. തഹിയ്യത്തിന്റെ രണ്ടരക്കാലത്ത് യഥാർത്ഥത്തില് മുത്തലക്ക് നിസ്കാരത്തിന്റെ കൂട്ടത്തിലാണ് അതിനെ പെടുത്തുന്നത്. അപ്പൊ അത് ഇന്ന നിസ്കാരം നിജപ്പെടുത്തണം എന്നില്ല. പള്ളിയിൽ കയറിയാലും ഒരാള് രണ്ടരക്കാലത്ത് നിസ്കരിക്കുമല്ല. അപ്പൊ ഞാനിത് തഹിയ്യത്താണ് നിസ്കരിക്കുന്നതെന്ന് നിജമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നിർബന്ധമില്ല. തഹിയ്യത്തിന്റെ കൂലി കിട്ടും. ആ മുത്തലക്കിന്റെ കൂട്ടത്തിലാ പെടുത്തുന്നത്. ഈ വുളൂഇന്റെ രണ്ടരക്കാലത്ത് പോലെ. കാരണം തഹിയ്യത്ത് പള്ളിയിൽ കയറിയാൽ ഒരു നിസ്കാരം നടക്കണമെന്നേ ഉള്ളൂ, അത് ആ നിജമായ നിസ്കാരം എന്നൊന്നുമില്ല. വുളൂഇന്റെ ശേഷം ഒന്നെടുത്താൽ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കലാണ് അതിനൊരു മട്ടം. അത് എന്തെങ്കിലും നിസ്കാരം നടന്നാൽ മതി, ഇനി ഫർളായാലും കുഴപ്പമില്ല. വുളൂഇന്റെ രണ്ടരക്കാലത്ത് പോലെ അവിടെ ഒന്നും തഈൻ നിജപ്പെടുത്തണമെന്നില്ല. വല്ലിസ്തിഖാറത്തി ഖൈറിനെ തേടുന്ന നിസ്കാരം പോലെ. ഒരു കാര്യത്തിന് നമ്മൾ പുറപ്പെടുകയാണ്, അപ്പൊ അതിന്റെ മുമ്പ്, അല്ലെങ്കിൽ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് വീടെടുക്കാൻ, അപ്പൊ അതിന് മുമ്പ് രണ്ടരക്കാലത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ചു കണ്ട് അള്ളാഹുവിനോട് ഖൈറ് തേടുക, അത് മുത്തലക്കിൽ പെടും. അവിടെ ഇന്ന നിസ്കാരം എന്ന് പറയണമെന്നില്ല. വകദാ സ്വലാത്തുൽ അവ്വാബീൻ, ഇതുപോലെ തന്നെ അവ്വാബീൻ നിസ്കാരവും. അവ്വാബി നിസ്കാരം അത് മുത്തലക്കിന്റെ ഇനത്തിലാണ് ഇവിടെ പെടുത്തുന്നത്. അലാമ കാല ശൈഖുനാ ഇബ്നു സിയാദ് ഇബ്നു. അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ മഗ്രിബിനെ ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ്. മഗ്രിബിനെ ശേഷം സുന്നത്ത് നിസ്കാരത്തിന്റെ ബാബിൽ വരുന്നുണ്ട്. മഗ്രിബിനെ ശേഷം സാധാരണ നിസ്കരിക്കലുണ്ട്, അതല്ല റവാത്തിബല്ല. അതിന്റെ ശേഷം ഇനിയും ഇശാഇ മഗ്രിബിന്റെ ഇടയിൽ കുറെ നിസ്കരിക്കാം. 6 റക്അത്തൊക്കെ നിസ്കരിക്കാം, 12 റക്അത്ത് നിസ്കരിക്കാം. അലാമ കാല, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം. അലാമ കാല ശൈഖുനാ ഇബ്നു സിയാദ്, അവ്വാബി നിസ്കാരവും മുത്തലക്കിന്റെ ഇനത്തിലാണ്. ഇന്ന നിസ്കാരം എന്ന് പറയൽ നിർബന്ധമില്ല. അത് ഇബ്നു സിയാദ്, ശൈഖുൻ ഇബ്നു സിയാദ് പറഞ്ഞതുപോലെ, വല്ലല്ലാമത്തു സുയൂത്തി, അല്ലാമ സുയൂത്തി ഇമാം പറഞ്ഞതുപോലെ റഹിമഹുമുല്ലാ, അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വല്ലദീ ജസമ ബിഹി ശൈഖുനാ, ശൈഖുന ഉറപ്പിച്ച് പറഞ്ഞു ഒന്നാകുന്നത്, വല്ലദീ ഒന്നാകുന്നത്, ജസമ ബിഹി ശൈഖുന, ശൈഖുന പറഞ്ഞ ഒന്ന്, ഫീ ഫതാവാഹു, അദ്ദേഹത്തിന്റെ ഫതാവയിൽ, അന്നഹു ലാ ബുദ്ദ ഫീഹാ സലാത്തുൽ അവ്വാബീനിൽ, കൂടാതെ കയ്യൂല മിനത് തഈൻ, ഇന്ന നിസ്കാരം എന്ന് പറയൽ, കൽളുഹാ, ളുഹാ പോലെ തന്നെ. അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ശൈഖുന അങ്ങനെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഫതാവയിൽ. ഇനി ഒന്നും കൂടെയാണ് വായിക്കാം. വജിബ് നിർബന്ധമാണ്, നിയ്യത്ത് ഫർളിൻ, ഫർളാണ് എന്ന് പറയൽ. ഫർളാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് പറയണം. ഫീഹി ഐ ഫർള് നിസ്കാരത്തിൽ, ഐ ഫീ ഫർളിൻ, ഐ ഫർളിൻ, ഫർള് നിസ്കാരങ്ങളാണ് നിസ്കരിക്കുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 നിബന്ധനകളുണ്ട്. ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു, ഒന്ന് ഇന്ന നിസ്കാരം. മൂന്നാമത്തത് ഫർളാണെങ്കിൽ പ്രത്യേകം പറയണം ഫർളാണ് എന്ന്. അപ്പൊ ളുഹ്ർ അല്ലാഹു തആലയ്ക്ക് നിസ്കരിക്കുന്നു പറഞ്ഞാൽ പോരാ, ളുഹ്ർ എന്ന ഫർള് തന്നെ പറയണം. വല കിഫായത്തൻ, അത് ഫർള് കിഫായകളാണെങ്കിലും ശരി, നെദർ നേർച്ചയിലാണെങ്കിലും ശരി, ഫർള് എന്ന് പറയണം. ഫർള് എന്ന് പറയൽ നിർബന്ധമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, സുന്നത്തിൽ സുന്നത്ത് എന്ന് പറയണ്ട. വൈങ്കാനൻ നാവി, നിയ്യത്ത് വെക്കുന്ന, നിസ്കരിക്കുന്ന നിയ്യത്ത് വെക്കുന്നവനാണെങ്കിലും ശരി, സബിയൻ കുട്ടിയാണെങ്കിലും ശരി, കുട്ടിക്ക് ഇപ്പൊ ഫർളില്ലല്ല, നിർബന്ധമില്ലല്ല, എന്നാലും ഫർള് നിസ്കരിക്കുമ്പോൾ, ലോറ് നിസ്കരിക്കുമ്പോൾ ഫർള് തന്നെ പറയണം. അവൻ വേർതിരിക്കാൻ വേണ്ടി അനിന്നഫിലി, സുന്നത്ത് നിസ്കാരത്തെ തൊട്ട് സുന്നത്ത് നിസ്കാരം അല്ലാന്ന് വരുത്താൻ വേണ്ടി ഫർള് തന്നെ പറയണോന്ന്. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ മതി? ഉസല്ലി ഫർക, ഉസല്ലി ഫർള ളുഹ്രി, 3 കാര്യങ്ങൾ വന്നാൽ മതി. ഉസല്ലി ഫർള ളുഹ്രി, അപ്പൊ എല്ലോ ആയില്ലേ, ഞാൻ നിസ്കരിക്കുന്നു ഫർളിനെ ളുഹ്ർ എന്ന. അപ്പൊ ഇന്ന നിസ്കാരമായി ഫർളുമായി ഞാൻ നിസ്കരിക്കും. മസലൻ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ളുഹ്ർ, അസുർ ആണ്, അസർ എന്നറിയാം. അല്ലെങ്കിൽ ഫർളൽ ജുമുഅത്തി, ഉസല്ലി ഫർളൽ ജുമുഅത്തി, ജുമുഅ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു. വൈൻ അദ്റക്കൽ ഇമാമ, ഇമാമിനെ എത്തിച്ചാലും ശരി, ജുമുഅയിലെ ഇമാമിനെ എത്തിച്ചതാണെങ്കിലും ശരി, തശഹുദിഹാ, അത്തഹിയാത്തിൽ, ഇമാമിന് അത്തഹിയാത്തിലാണ് ജുമുഅയിൽ വന്ന് കിട്ടിയത്, എന്നാലും ജുമുഅ തന്നെ പറയണം. കാരണം അവിടെ അവന് 1 റക്അത്തും കിട്ടാതെ ജുമുഅയിൽ അവൻ 4 റക്അത്ത് നിസ്കരിക്കണഞ്ഞ്,
അത്തഹിയാത്തിലെത്തിയത് ഇനി ബാക്കി എഴുന്നേറ്റിട്ട് മസ്ബൂക്കാണ്. എത്ര റക്കാത്ത് തന്നെ, ഒറ്റ റക്കാത്തും കിട്ടാത്ത ആളാണെങ്കിൽ 4 റക്കാത്ത്, ഒരു റക്കാത്തും കിട്ടിയാലേ ഇനി ഒരു റക്കാത്തും നിസ്കരിച്ചു 2 റക്കാത്തായാൽ മതി. പക്ഷെ നീ ഇവിടെ അത്തഹിയാത്തിലാ വന്നതെങ്കിൽ 4 റക്കാത്ത് തന്നെയാണ് നീച്ച് നിസ്കരിക്കുന്നത്, ദുഹ്റ നിസ്കരിക്കണത്. പക്ഷെ നിയ്യത്ത് വെക്കുമ്പോ ജുമുഅയിലാണെങ്കിലും ശരി നിയ്യത്ത് ജുമുഅ എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി നിയ്യത്തിലുള്ള സുന്നത്തുകളാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയും.